ഇനി നമ്മൾ ഫംഗ്ഷൻ കോൾ എന്താണെന്ന് നോക്കാം. ഫംഗ്ഷൻ കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനെ നമ്മൾ ഇൻവോക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞാൽ. ഫംഗ്ഷൻ ആക്റ്റീവ് ആവുന്നത് എപ്പോഴായിരിക്കും? ഫംഗ്ഷൻ കോൾ നടക്കുമ്പോഴായിരിക്കും ആ ഒരു കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത്? ആക്റ്റീവ് ആവുന്നത്. ഒരു ഫംഗ്ഷന് ശരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷനൊരു പ്രോട്ടോടൈപ്പ് ഉണ്ട്, ദെൻ ഫംഗ്ഷൻ ഒരു ഡെഫിനിഷൻ ഉണ്ട് അല്ലേ, പിന്നെ ഒരു ഫംഗ്ഷൻ കോൾ ഉണ്ട്. ഇത്രയാണ് ഒരു ഫംഗ്ഷനെ സ്ട്രക്ചറൈസ് ചെയ്യുമ്പോഴേക്കും ഈ 3 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് വേണം. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന പേരെന്താണ്? ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ. ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എഴുതി വയ്ക്കും. അത് മെയിൻ ഫംഗ്ഷന് മേളിലായിരിക്കും എഴുതേണ്ടത്. ഇനി അടുത്തത് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ട്, പിന്നെ ഫംഗ്ഷൻ കോൾ ഉണ്ട്. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഫംഗ്ഷന് മുന്നേ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ, ആ ഫംഗ്ഷനകത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എഴുതുവാണെങ്കിൽ അതിനെ നമുക്ക് പിന്നെ ആ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ നമുക്ക് എന്ത് സ്പെസിഫൈ ചെയ്യേണ്ട? ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോഗ്രാം 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യാനുള്ള 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് ചെയ്യുന്നത് എന്താണ്? യൂസിങ് എ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. നമ്മൾ ആദ്യം ഒരു പ്രോഗ്രാം നോക്കിയിട്ട് അതിനകത്ത് എന്താണ് നമ്മൾ ഫംഗ്ഷനകത്ത് എഴുതേണ്ടത്, എന്താണ് നമ്മൾ ആ ഫംഗ്ഷനിലേക്ക് കൊടുക്കേണ്ടതെന്ന് ആലോചിക്കുക. ഓക്കെ, സോ ഇവിടുത്തെ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഫംഗ്ഷൻ സെഗ്മെൻ്റ് ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ഫംഗ്ഷനകത്ത് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? അഡിഷൻ എന്നുള്ളൊരു പ്രോസസ്സാണ് ഈ ഫംഗ്ഷനകത്ത് നമ്മൾ ചെയ്യുന്നത്. ഇനി ആഡ് ചെയ്യാനായിട്ടുള്ള ഡേറ്റ, അതായത് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ 2 നമ്പേഴ്സ് വേണം. ആ 2 നമ്പേഴ്സിനെ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്? അഡിഷന് വേണ്ടിയിട്ട് നമുക്കൊരു സെപ്പറേറ്റ് ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ പേര് ഞാൻ ചുമ്മാ ആഡ് എന്ന് വിളിച്ചെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ആഡ് ഈസ് ദ നെയിം ഓഫ് ദ ഫംഗ്ഷൻ. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ആ ഫംഗ്ഷനാണ് അഡിഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. നമുക്കിനി എന്തുകൊണ്ട്? എല്ലാ പ്രോഗ്രാമിലും ഉള്ള പോലെ തന്നെ നമുക്കൊരു മെയിൻ ഫംഗ്ഷനും ഉണ്ട്. ആ മെയിൻ ഫംഗ്ഷനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യാനുള്ള 2 നമ്പേഴ്സിനെ നമ്മൾ റിസീവ് ചെയ്ത് എന്ത് ചെയ്യും? 2 നമ്പേഴ്സ്, ഇപ്പോൾ സേ എ എന്നുള്ളൊരു വാല്യൂലും ബി എന്നുള്ള വാല്യൂലുമാണ് 2 നമ്പേഴ്സ് ഇരിക്കുന്നതെങ്കിൽ എയിലും ബിയിലും വാല്യൂ ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് ആരാണ്? അഡീഷൻ എന്നുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അഡീഷൻ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യണം. ആഡ് എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. കോൾ ചെയ്യുന്ന നേരത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ എയുടെ വാല്യൂയും ബിയുടെ വാല്യൂയും നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനെ വിളിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് എന്താ? ഫംഗ്ഷൻ്റെ പേര് വെച്ചിട്ടല്ലേ. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വാല്യൂസ് നമ്മൾ ആ ഫംഗ്ഷനിലേക്ക് കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ ആ ആർഗ്യുമെൻറ്റ്സ് നമ്മൾ കോമ ഇട്ടിട്ട് അതിൻ്റെ പേരുകൾ മാത്രം. അപ്പോൾ ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ നെയിംസ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഫംഗ്ഷൻ കോളിൽ നമ്മൾ എന്താ യൂസ് ചെയ്യത്തുള്ളൂ? നെയിംസ്. എന്തൊക്കെ നെയിംസാണ്? ഫംഗ്ഷൻ്റെ പേര്, പാരാമീറ്റേഴ്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂസ് ഇല്ലേ, ആ വാല്യൂസിൻ്റെയൊക്കെ നെയിമുകൾ മാത്രം. അതിൻ്റെ ഡേറ്റ ടൈപ്പോ കാര്യങ്ങളോ ഒന്നും നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. വി ക്യാൻ ഡയറക്റ്റ്ലി സ്പെസിഫൈ ദ നെയിം. നമ്മളെപ്പോഴും ഒരാളെ വിളിക്കുന്ന അയാളുടെ പേര് വെച്ചിട്ടല്ലേ, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അഡിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എയുടെയും ബിയുടെയും വാല്യൂ തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഒരു ആൻസർ കിട്ടും. ഓക്കെ, സോ നമ്മൾ സം എന്നുള്ള വേരിയബിൾ എടുത്തു എസ്സിൽ. ആ വാല്യൂ നമുക്ക് ഈ മെയിൻ ഫംഗ്ഷനിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഓക്കെ, അതാണ് ഈ ആഡ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡ്യൂട്ടി. അപ്പോൾ എന്ത് ചെയ്യണം? ഈ എസ് എന്നുള്ള വാല്യൂ എന്ത് ചെയ്യണം? നമ്മുടെ മെയിൻ ഫംഗ്ഷനിലേക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ കോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ആ മെയിൻ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താണ്? എയുടെ വാല്യൂ ബിയുടെ വാല്യൂ എന്ത് ചെയ്യും? യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും? ആഡ് ചെയ്യാനായിട്ടുള്ള പ്രോസസ്സ് ഇനിഷ്യേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആഡ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യും. ആ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? ആ ഫംഗ്ഷൻ അവിടെ ആക്റ്റീവ് ആവും. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു അഡിഷൻ പ്രോസസ്സ് അവിടെ എക്സിക്യൂട്ട് ആവും. ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും? റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിനെ നമുക്ക് ആർക്ക് തിരിച്ചു കൊടുക്കണം? മെയിൻ ഫംഗ്ഷനിലേക്ക് നമുക്ക് റിട്ടേൺ ചെയ്യണം. എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? ഈ റിസൾട്ട് എവിടെ ഇരിക്കുന്നത്? എസ്സിൽ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷനിൽ നമ്മൾ പ്രോഗ്രാം ആക്കി മാറ്റാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഹാഷ് ഇൻക്ലൂഡ് stdio കൊടുക്കാം. സോ നമ്മൾ എന്തിനെങ്ങനെ എഴുതുന്നത്? പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുവാണ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫംഗ്ഷൻ്റെ ഞാൻ ഒരു പ്രോട്ടോടൈപ്പ് സെറ്റ് ചെയ്താണ്ട് തന്നെ ഫംഗ്ഷൻ ഡയറക്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന രീതിയിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ ഫംഗ്ഷന് മുന്നേ ആ ഫംഗ്ഷൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ റൈറ്റപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫംഗ്ഷൻ നോക്കുക. ഇവിടെ ഈ ഫംഗ്ഷൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഫംഗ്ഷൻ്റെ പേര് നമുക്കൊന്ന് സ്ട്രക്ചറൈസ് ചെയ്യാമേ. ഫംഗ്ഷൻ്റെ പേരെന്താണ്? ആഡ് എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ഇനി ആ ഫംഗ്ഷനകത്ത് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? അതിനകത്തുള്ള പാരാമീറ്റേഴ്സ്. ഓക്കെ, ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ പേര്, ഫംഗ്ഷനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഡേറ്റ ടൈപ്പ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? 2 വാല്യൂസ് ഈ ഫംഗ്ഷനിലേക്ക് വരും. ആരൊക്കെയാണ്? എ വരും, ബി വരും. ഓക്കെ, സോ ഇൻറ്റ് സ്പേസ് എ, ഇൻറ്റ് സ്പേസ് ബി. ഇനി ഈ ഫംഗ്ഷൻ എന്തെങ്കിലും വാല്യൂസിനെ റിട്ടേൺ ചെയ്യുന്നുണ്ടോ? നമുക്ക് തിരിച്ച് നമ്മൾ മെയിൻ ഫംഗ്ഷനിലേക്ക് വല്ലതും കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. എന്താ കൊടുക്കുന്നത്? നമ്മുടെ സം ചെയ്ത വാല്യൂ ആണല്ലോ. അപ്പോൾ സം എന്ന് പറഞ്ഞാൽ എസ്സിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എസ്സിൻ്റെ ടൈപ്പാണ് നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ടൈപ്പായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഇൻറ്റിജർ അഡീഷനാണ് ചെയ്യുന്നത്. സോ നമ്മൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണ്? ഇൻറ്റാണ്.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു കേളി ബ്രാക്കറ്റ്, അതായത് ഡെഫിനിഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ സെമിക്കോളൻ കൊടുത്ത് ടെർമിനേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആ ഫംഗ്ഷൻ ഇനി ഡിസ്ക്രൈബ് ചെയ്യാൻ പോവുക. ഓക്കെ, ഈ ഫംഗ്ഷനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് എയുടെയും ബിയുടെയും വാല്യൂനെ തമ്മിൽ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, എസ് എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ എസ് എന്നുള്ളൊരു വേരിയബിൾ വന്നിട്ടുണ്ട്, ആ എസ്സിനെ ഡിക്ലെയർ ചെയ്യാമല്ലോ. ഓക്കെ, എയും ബിയും ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എസ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ, എയുടെയും ബിയുടെയും വാല്യൂ എന്ത് ചെയ്യണം, ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, എസ്സിൽ വെക്കണം. എന്നിട്ട് നമ്മൾ പറഞ്ഞ എന്താണ്, ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റ് ആയതുകൊണ്ട് ഇവിടെ എന്തുണ്ട്, റിട്ടേൺ ഉണ്ട്. ഓക്കെ, എന്താ റിട്ടേൺ ചെയ്യുന്നത്, എസ്സിൻ്റെ വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യുന്നത്. സോ എന്ത് ചെയ്തു, റിട്ടേൺ എസ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും എയിലും ബിയിലും യൂസർ, അതായത് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് വരുന്ന വാല്യൂവിനെ എന്ത് ചെയ്യും, എയിലോട്ടും ബിയിലോട്ടും റിസീവ് ചെയ്യും. ആ വാല്യൂ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. എവിടെ കൊണ്ടുവയ്ക്കും, എസ്സിൽ കൊണ്ടുവയ്ക്കും. ആ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്ത് തിരിച്ചു കൊടുക്കും. കുഴപ്പമില്ലല്ലോ. ഈ സെയിം പ്രോസസ്സ് ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇതെങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത് നോക്കാം. സോ നമുക്ക് എന്തൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. സോ ഞാൻ വോയിഡ് മെയിൻ എന്ന് തന്നെ എഴുതുക. വോയിഡ് മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ഈ മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താ, രണ്ട് വേരിയബിൾസിലേക്ക് വാല്യൂവിനെ റിസീവ് ചെയ്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യും. അതാണ് ഈ മെയിൻ ഫംഗ്ഷൻ ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾസ് വേണം. ആരൊക്കെയാണ്, എന്നും വേണം ബിന്നും വേണം. രണ്ട് വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂ യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സോ പ്രിൻ്റ് എഫിൽ നമ്മൾ പറയാം എൻ്റർ 2 നമ്പേഴ്സ് എന്ന് പറയാം, അല്ലേ, എൻ്റർ 2 നമ്പേഴ്സ്. ഈ രണ്ട് നമ്പേഴ്സ് എന്ത് ചെയ്യും, യൂസർ എൻ്റർ ചെയ്ത് തരും. ആ എൻ്റർ ചെയ്യുമ്പോഴേക്കും നമ്മൾ അതിനെ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേരെന്താണ്, സ്കാൻഎഫ്. സ്കാൻഎഫ് എന്ത് ചെയ്യണം, 2% വേണം, ബിക്കോസ് രണ്ട് നമ്പേഴ്സ് നമ്മൾ റീഡ് ചെയ്യുന്നുണ്ട്, %A, %B. സോ രണ്ട് നമ്പേഴ്സ് നമ്മൾ റീഡ് ചെയ്തു. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മളാണോ, അല്ല, ആഡ് ചെയ്യാനുള്ള ആളാണ് ആഡ് എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നേരെ ആ ഫംഗ്ഷൻ ഇനി വിളിച്ചാൽ മതി. ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്, ആഡ് എന്ന് വിളിക്കും. ഓക്കെ, ആഡ് എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ കൊടുത്തുവിടുന്നത് ആരൊക്കെയാണ്, എയുടെ വാല്യൂ ബിയുടെ വാല്യൂ ആണല്ലോ. അത് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ റിട്ടേൺ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ കോൾ ചെയ്ത പൊസിഷനിലേക്ക് വരുന്നത് എന്തായിരിക്കും, എയുടെയും ബിയുടെയും വാല്യൂവിൻ്റെ സം ചെയ്ത റിസൾട്ട്, ആ നെറ്റ് റിസൾട്ട് എന്താണോ ആ വാല്യൂ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ആ വാല്യൂവിനെ നമുക്ക് ഡയറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു വേരിയബിളിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഓക്കെ, സോ ഞാനിപ്പോൾ എടുക്കുന്നത് എന്താണ്, ആൻസർ എന്നുള്ളൊരു വേരിയബിളിലേക്കാണ് ഞാൻ ഇതിനെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആൻസറിൻ്റെ കയ്യിൽ എന്തുണ്ടാവും, ഇവിടുന്ന് ഈ റിട്ടേൺ ചെയ്ത് കിട്ടുന്ന എസ്സിൻ്റെ വാല്യൂ ആയിരിക്കും ഈ ഒരു സെഗ്മെൻറ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കിവിടെ പേസ്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് മാറി അവിടെ എന്താവും, ഒരു വാല്യൂ ജനറേറ്റ് ചെയ്യും. ആ വാല്യൂ എവിടെ നിന്ന് കിട്ടിയത്, എസ്സിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ സപ്പോസ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കുന്ന സം 10 ആണെങ്കിൽ 10 എന്നുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ വരുന്നത്. അതിനെ നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട ഒരു വേരിയബിളിൽ, അതിന് വേണ്ടി യൂസ് ചെയ്ത വേരിയബിളാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ആൻസറിൻ്റെ വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കാം. സോ പ്രിൻറ്റ് എന്താണ്, സം ഈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കാം, %D. എവിടെ ഇരുന്നത്, ആൻസറിൽ നിന്നാണ് ഇരിക്കുന്നത്. ആൻസറിൽ നമ്മളതിനെടുത്ത് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്നൊരു വേരിയബിൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ഒരു വേരിയബിളൂടെ ഡിക്ലെയർ ചെയ്യാനുണ്ട്. ആളാരാണ്, ആൻസറാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആൻസറിനെ എടുക്കും. ഓക്കെ, സോ ആൻസറിനെ ഞാൻ എന്ത് ചെയ്യും, ഡിക്ലെയർ ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ ഇതിനെ നമ്മൾ ആസ് എ ഹോൾ നമ്മൾ ഒന്നും കൂടെ എഴുതാൻ പോവുകയാണേ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഹെഡർ ഫയൽ കൊടുത്തു. ഓക്കെ, #include stdio.h. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. കാര്യം നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷന് പുറത്താണെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫംഗ്ഷൻ എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടോ മെയിനിലേക്ക്, ഉണ്ട്, റിസൾട്ട് റിട്ടേൺ ചെയ്യണം. ആർക്കാണ്, മെയിൻ ഫംഗ്ഷനിലേക്ക്, നമ്മുടെ സം കണ്ടുപിടിക്കുന്ന വാല്യൂ. സോ സം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. നമ്മുടെ ഫംഗ്ഷൻ്റെ പേരെന്താണ്, ആഡ് എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ഈ ആ ഫംഗ്ഷനകത്ത് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ, വാല്യൂസ് എന്തെങ്കിലും വരുന്നുണ്ടോ, ഉണ്ട്. ആരൊക്കെയാണ്, എയുടെ വാല്യൂ ഉണ്ട്, ബിയുടെ വാല്യൂ ഉണ്ട്. ഓക്കെ, ഇൻഡ് സ്പേസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, രണ്ട് വാല്യൂസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഈ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് പറയാൻ പോവാം. ഈ ഫംഗ്ഷനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, എയുടെയും ബിയുടെയും വാല്യൂ ആഡ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്തു, A+B നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ രണ്ട് വേരിയബിൾസ് ഓൾറെഡി എയും ബിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡിക്ലെയർ ചെയ്യാത്ത ആരും കൂടെ ഉള്ളൂ, എസ്സും കൂടെ ഉള്ളൂ. എസ്സിനെ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, ആ കിട്ടിയ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം. കാര്യം ഇവിടുത്തെ ഡേറ്റ ടൈപ്പ് ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, ഫംഗ്ഷന് മുന്നേ ഉള്ള ഡേറ്റ ടൈപ്പ് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ, വോയിഡ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ഫംഗ്ഷനകത്ത് എന്ത് എഴുതിയിരിക്കണം, റിട്ടേൺ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കണം. അപ്പോൾ എന്ത് ചെയ്തു, റിട്ടേൺ എന്താ റിട്ടേൺ ചെയ്യുന്നത്, എസ്സിൻ്റെ വാല്യൂ. ഓക്കെ, കണ്ടുപിടിക്കുക, സം കണ്ടുപിടിക്കുക, അതിനെ എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുക. ഈ റിട്ടേൺ കാണുന്ന സ്ഥലത്തോട്ടേക്കായിരിക്കും നമ്മുടെ കോളുമായിട്ട് മാച്ച് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ്റെ കോൾ എവിടെയാണോ വന്നേക്കുന്നത് ആ പൊസിഷനിലായിരിക്കും ഈ റിട്ടേണിനകത്തുള്ള വാല്യൂ പോയി പേസ്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തു. ഫംഗ്ഷൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നിന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് എന്ത് വെച്ചിട്ടാണ്, വോയിഡ് മെയിൻ ഫംഗ്ഷൻ വെച്ചിട്ടാണ്. ഓക്കെ, എന്നിട്ട് നമുക്കത് എഴുതാം. ഇവിടെ നമ്മൾ മെയിൻ ഫംഗ്ഷനകത്താണ് രണ്ട് വേരിയബിൾസിനെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് അവരെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്, A, B. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും വേരിയബിൾസ് വരുമോ എന്ന് വെച്ചിട്ടാണ് ഞാൻ കോമയിട്ട് വെച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്കതിനെ ടെർമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് തരുന്ന ആരാണ്, യൂസറാണ്. സോ അപ്പം എന്തെഴുതി, പ്രിൻ്റ് ഓഫ് എൻ്റർ 2 നമ്പേഴ്സ്. ആ രണ്ട് നമ്പേഴ്സ് എന്ത് ചെയ്യും, യൂസർ തരും. ഓക്കെ, രണ്ട് നമ്പേഴ്സിനെ റീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, സ്കാൻഎഫ് വേണം. ഓക്കെ, %D
കോഡ്സ് ക്ലോസ് ചെയ്യുക, കോമ ഇടുക, ആംപർസെൻറ്റ് എ കോമ ആംപർസെൻറ്റ് ബി. സോ നമുക്ക് 2 ഇൻറ്റിജേഴ്സ് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ ആണോ? അല്ല. ഫംഗ്ഷൻ്റെ പേരെന്താണ്? ആഡ് എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ആ ഫംഗ്ഷനിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആരുടെയൊക്കെ വാല്യൂസ് ആണ്? എയുടെയും ബിയുടെയും വാല്യൂസ് കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ആഡ് ഓഫ് എ കോമ ബി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവിടെ റിട്ടേൺ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു ആൻസർ നമുക്കങ്ങ് കോപ്പി ചെയ്ത് വരും. അതിനെ നമുക്ക് സ്റ്റോർ ചെയ്യാനൊരു വേരിയബിൾ എടുത്തിട്ടുണ്ട്. ഏതായിരുന്നു? ആൻസർ എന്നായിരുന്നു വേരിയബിളിൻ്റെ പേരല്ലേ, ആൻസർ. അപ്പോൾ ആൻസർ എന്നൊരു വേരിയബിളും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. സോ നമ്മുടെ ഫൈനൽ ആൻസർ എവിടെ ഇരിപ്പുണ്ട്? പ്രിൻ്റ് എഫ് എവിടെ ഇരിപ്പുണ്ട്? %d കോഡ്സ് ക്ലോസ് ചെയ്യുക, കോമ ഇടുക, ആൻസർ ഇരിപ്പുണ്ട്. ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം പറഞ്ഞു തരുന്നതാണ്. കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് പറയാനുണ്ട്. ഞാൻ ചുമ്മാത്തൊരു ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കുമ്പം എഴുതാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, റിട്ടേൺ ഓഫ് എസിൻ്റെ ഈ വാല്യൂ എവിടെ വരും? ഫംഗ്ഷൻ കോളിൻ്റെ അടുത്ത് പേസ്റ്റ് ആവും. അപ്പോൾ 10 ആണെങ്കിൽ ആൻസറിലേക്ക് വരുന്ന വാല്യൂ എന്തായിരിക്കും? സം ആയിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യും? പേസ്റ്റ് ചെയ്ത് എങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്യും? ആൻസർ എന്നുള്ള വേരിയബിളിലേക്ക് പേസ്റ്റ് ചെയ്ത് ആൻസറിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്പ്ലേ ഔട്ട് ചെയ്തെടുക്കും. ഇതാണ് ഒരു നോർമലി ഒരു ഫംഗ്ഷൻ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഈ സെയിം സംഭവം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫംഗ്ഷൻ ഇപ്പോൾ നമ്മളിവിടെ ഓൾറെഡി എന്ത് ചെയ്തു? ഫംഗ്ഷനെ ഡെഫിനിഷൻ നമ്മൾ കൊടുത്തു, പ്രോട്ടോടൈപ്പ് ഇല്ലാണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് വെച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഹാഷ് ഇൻക്ലൂഡ് stdio.h കൊടുക്കണം. എന്നിട്ട് ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ നമ്മൾ മെയിൻ ഫംഗ്ഷന് മുന്നേ കൊടുക്കണം. ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മളൊരു സെമിക്കോളം കൊടുത്താൽ അതെന്തായി മാറും? ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പായി മാറും ഈ ഒരു സെഗ്മെൻറ്റിൽ. അപ്പോൾ എന്താണ്? ഫംഗ്ഷൻ ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ട്, ഇൻറ്റിജർ ആണ്. ഫംഗ്ഷൻ്റെ പേരെന്താണ്? ആഡ് എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. അതിൽ 2 വേരിയബിൾസ് വരുന്നുണ്ട്. ആരൊക്കെയാണ്? എയും വരുന്നുണ്ട്, ബിയും വരുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? സെമിക്കോളം കൊടുത്തു. സോ ഇതെന്താണ്? ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ ഫംഗ്ഷനെ നമുക്കിനി മെയിനിന് ശേഷം എവിടെ വേണമെങ്കിലും നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇനി മെയിൻ ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, ഇത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഉള്ള ഫംഗ്ഷനും ഇത് പ്രോട്ടോടൈപ്പ് മെൻഷൻ ചെയ്യേണ്ടാത്ത ഫംഗ്ഷനും എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡെഫിനിഷൻ മെയിനിന് മുന്നേ എഴുതുവാണെങ്കിൽ പ്രോട്ടോടൈപ്പ് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ മെയിൻ ഫംഗ്ഷനകത്തുള്ള ഡ്യൂട്ടി എന്താണ്? അവിടെ 2 വേരിയബിൾസ് ഉണ്ട്, എയും ബിയും, പിന്നെ നമുക്കൊരു ആൻസറും ഉണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. അവിടെ നമ്മൾ എന്ത് ചെയ്യും? പ്രിൻ്റ് എഫിൽ നമ്മൾ 2 വാല്യൂസ് വാങ്ങി വയ്ക്കും. എൻ്റർ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങി വയ്ക്കും. ആ 2 നമ്പേഴ്സിനെ നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി സ്കാനഫ് വർക്ക് ചെയ്യും. %d കോഡ്സ് ക്ലോസ് ചെയ്യുക, കോമ ഇടുക, ആംപർസെൻറ്റ് എ കോമ ആംപർസെൻറ്റ് ബി. സോ 2 നമ്പേഴ്സ് നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി അതിനെ ആഡ് ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ഫംഗ്ഷൻ്റെ ഡ്യൂട്ടിയാണ്. അതിനുവേണ്ടി നമുക്ക് ആരെ വിളിക്കാം? ഫംഗ്ഷനെ വിളിക്കാം. ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ആരൊക്കെ കൊടുക്കണം? എയുടെ വാല്യൂം ബിയുടെ വാല്യൂം കൊടുക്കണം. അപ്പോൾ നമുക്ക് റിട്ടേൺ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? ഒരു ആൻസർ വരും. ഓക്കെ, ആ ആൻസറിനെ അകത്തോട്ട് നമ്മൾ വേരിയബിൾ ആൻസറിലേക്ക് ആൻസറിനെ സ്റ്റോർ ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. സോ പ്രിൻ്റ് എഫിൽ ആൻസറിൻ്റെ വാല്യൂ %d കോഡ്സ് ക്ലോസ് ചെയ്യുക, കോമ ഇടുക, ആൻസറിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യിച്ചു. ഇതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. ഇനി മെയിൻ ഫംഗ്ഷന് ശേഷം നമുക്ക് എന്ത് കൊടുക്കാം? നമ്മളുടെ ഫംഗ്ഷൻ ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എഴുതി കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്തു? ഇൻറ്റ് ആഡ് എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ആ ആഡിനകത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? എയും യൂസ് ചെയ്തിട്ടുണ്ട്, ബിയും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സെമിക്കോളം കൊടുത്ത് ടെർമിനേറ്റ് ചെയ്തത് ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുക. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? എയുടെ വാല്യൂ ബിയുടെ വാല്യൂ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സമ്മിലേക്ക് സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ എസ്സിലേക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? S is equal to a plus b എന്ന് പറഞ്ഞ് കൊടുത്തു. ട്രൈസ് ചെയ്യാമേ. സോ S is equal to a plus b എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അപ്പോൾ എയും ബിയും ഡിക്ലെയർഡ് ആണ്, എസ് ഡിക്ലെയർഡ് അല്ല. എന്ത് ചെയ്തു? എസ് കൊടുത്തു. എന്നിട്ട് എന്താണ്? ഈ കിട്ടിയ ആൻസർ നമുക്ക് എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം. സോ എന്ത് ചെയ്തു? റിട്ടേൺ ഓഫ് എസ്സും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എവിടെ കിട്ടും? എസ്സിൽ കിട്ടും. ആ എസ് ആണ് ഈ കോൾ ചെയ്യുന്ന പോർഷനിലേക്ക് വരുന്നത്. അതെന്ത് ചെയ്യും? നമ്മുടെ ആൻസറിലേക്ക് സ്റ്റോർ ആവും. എന്നിട്ട് നമ്മൾ ആൻസറിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. ഇങ്ങനെ നമുക്ക് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഒരു ഫംഗ്ഷൻ, ഒരു മൊഡ്യൂളായിട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്.